കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജ കളഭാലങ്കാരം കഴിഞ്ഞു, നട തുറന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും വരൂ, നമുക്ക് ഗുരുവായൂരപ്പൻ്റെ ചതുർബാഹുവായ വിഗ്രഹത്തിൽ, ദേവകൾ പൂജിതമായ വിഗ്രഹത്തിൽ ഏത് രൂപത്തിലാണ് കളഭം കൊണ്ട് അലങ്കരിക്കപ്പെട്ടിരിക്കുന്നത് നോക്കാൻ പോവാം. ആദ്യം തന്നെ നമുക്ക് കിഴക്കേ നടയിലുള്ള ഗണപതി ക്ഷേത്രത്തിലൊന്ന് പോയി തൊഴുത് വരാം. അങ്ങനെ അത് കഴിഞ്ഞ് നമ്മൾ നേരെ ഗോപുരവാതിൽ കടന്ന് അകത്തേക്ക് പ്രവേശിക്കാം. ഇന്നിപ്പോൾ ചൊവ്വാഴ്ചയാണ്. ചൊവ്വാഴ്ച ആണെന്ന് പറഞ്ഞാലും ഇന്ന് തിരക്ക് അത്യാവശ്യം ഉണ്ടായിരുന്നു. സാധാരണഗതിയിൽ ചൊവ്വാഴ്ചകളിൽ തിരക്ക് കുറവും എന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷെ അതൊക്കെ മാറി, ഇന്ന് അത്യാവശ്യം നല്ല തിരക്ക് തന്നെയാണ്. നമുക്ക് എന്തായാലും ഇന്ന് തൊഴാനായിട്ട് ഗുരുവായൂരപ്പൻ്റെ ശ്രീലകത്തേക്ക് തൊഴാനായിട്ട് പോവാം. അപ്പോൾ നമ്മൾ ആ വാതിൽപ്പടി കയറുകയാണ്. വാതിൽപ്പടി കയറുമ്പോൾ അകത്തേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ ആ പ്രകാശം ഇങ്ങനെ കാണാം, നെയ്വിളക്കിൻ്റെ പ്രകാശം. അങ്ങനെ ആ ഇടത്തെ സൈഡിലേക്ക് നോക്കിയിട്ട് ആ മേൽപ്പത്തൂരിൻ്റെ ഇടത്തെ സൈഡിലേക്ക് നോക്കിയിട്ട് മേൽപ്പത്തൂരിനെ ഒന്ന് സ്മരിക്കുക. അത് കഴിഞ്ഞ് ആ വലത്തെ സൈഡിൽ ആ തൂണൊന്ന് നോക്കിയിട്ട് തൊഴാം. നരസിംഹാവതാരം കാണിച്ചു കൊടുത്ത തൂണൊന്ന് നോക്കി തൊഴുത് നമുക്കിങ്ങനെ ശ്രീലകത്തേക്ക് ഇങ്ങനെ നോക്കാം. അങ്ങനെ നോക്കുമ്പോൾ കാൽപാദങ്ങൾ കാണാനുണ്ട്, കാൽവളകൾ അണിഞ്ഞിട്ടുണ്ട്, പിന്നെ പട്ട് ഞൊറിഞ്ഞിങ്ങനെ എടുത്തിട്ടുണ്ട്, അരമണിയൊക്കെ ചാർത്തിയിട്ടുണ്ട്. അരമണി കിങ്ങിണിയൊക്കെ ചാർത്തി, നല്ല വീതിയുള്ള ആ കിങ്ങിണിയൊക്കെയാണ് ചാർത്തിയുന്നത്. നല്ല രസമായിട്ടുള്ളൊരു കാഴ്ചയാണ്. പിന്നെ ഇങ്ങനെ നോക്കി വരുമ്പോൾ ആ മാറത്ത് ഒരു മാങ്ങാമാല ഉണ്ട്, ഒരു വളയം പോലത്തെ മാല ഉണ്ട്, ഒരു പതക്കം പോലത്തെ മാല ഉണ്ട്. അങ്ങനെ 3 മാലകളുണ്ട്. പിന്നെ ഗോപീതിലകം വെച്ചിട്ടുണ്ട്, കൈവളകൾ, തോൾവളകൾ ഒക്കെ ചാർത്തിയിട്ടുണ്ട്. 4 തൃക്കൈകളോട് കൂടിയിട്ട് മഹാപ്രഭുവായിട്ടാണ്, അന്ന് നാരായണനായിട്ടാണ് ആ ശ്രീലകത്ത് ഗുരുവായൂരപ്പൻ കാത്തു നിൽക്കുന്നത് ഭക്തരെ അനുഗ്രഹിക്കാനായിട്ടേ. ചതുർബാഹുവായ വിഗ്രഹത്തിൽ ചതുർബാഹുവായിട്ട് തന്നെ മുഴുവനായിട്ടും അലങ്കരിക്കപ്പെട്ടിരിക്കുകയാണ്. വളരെ മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണ്. എന്താ വെച്ചാൽ എവിടെയും ഒഴിവില്ല, എല്ലാ ഭാഗവും നിറഞ്ഞ് ആ വിഗ്രഹം മുഴുവനായിട്ടും അലങ്കരിച്ച് കളഭം കൊണ്ടുള്ള അലങ്കാരം വളരെ മനോഹരമായിട്ടുള്ള ശംഖ് ചക്ര ഗദാപത്മത്തോടു കൂടി മഹാപ്രഭുവായിട്ട് നാരായണനായിട്ട് ഭക്തരെ അനുഗ്രഹിക്കാനായിട്ട് കാത്തിരിക്കുകയാണ്. നല്ല രസമായിട്ടുള്ള ഒരു കളഭാലങ്കാരമാണ്, വളരെ മനോഹരമായിട്ട് ചാർത്തിയിട്ടുമുണ്ട്. അങ്ങനെ ആ കൈവളകളൊക്കെ കാണാണ്ട് ആ ഗദ ഇങ്ങനെ കളഭം കൊണ്ട് ചാർത്തിയിട്ടുണ്ട്. അതേപോലെ ഒരു പത്മം താമര കൊടുത്തിട്ടുണ്ട് കയ്യിൽ. ബാക്കിയൊക്കെ വളരെ മനോഹരമായൊരു കാഴ്ച. പിന്നെ നേരെ നോക്കുമ്പോൾ ഇന്നത്തെയും കൃഷ്ണപ്രസാദോദിക്കനാണ് കേട്ടോ, പഴയ കൃഷ്ണപ്രസാദോദിക്കനാണ് ചാർത്തിയിട്ടുള്ളത്. വളരെ മനോഹരമായിട്ടുള്ള ആ കാഴ്ചയാണ്. അപ്പോൾ എല്ലാവരും ആ ശ്രീലകത്തേക്ക് നോക്കിക്കോളൂ. നമ്മളിപ്പോൾ ആ സോപാനപ്പടിയിൽ നിന്ന് നോക്കുകയാണ് എന്ന് മനസ്സിൽ സങ്കല്പിക്കുക, എന്നിട്ട് നോക്കുക, പ്രാർത്ഥിക്കുക. പിന്നെ നോക്കുമ്പോൾ തിരുമുടിമാലയാണ് കാണാനുള്ളത്. തിരുമുടിമാല 2 അങ്ങനെ ചാർത്തിയിട്ടുണ്ട്. അതേപോലെ വലിയ ഉണ്ടമാലയാണ്, ഉണ്ടമാല 2 ഉണ്ട്. വെളുത്ത പൂവിനാണ് പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. വെളുത്ത പൂവും ചുവന്ന തെച്ചിയും തുളസിയും കൂടി ആയിട്ടുള്ള അതേപോലെ തന്നെയാണ്, അങ്ങനത്തെ 2 ഇതും. പിന്നെ മുകളിൽ വിധാനമായിട്ട് 4 എണ്ണം തുളസിമാലകൾ ഇങ്ങനെ ചാർത്തിയിട്ടുണ്ട്, ഒരു താമരമാലയുണ്ട്. അപ്പോൾ എല്ലാവരും ശ്രീലകത്തേക്ക് നോക്കിയിട്ട് തൊഴുതോളൂ, ആ ഗുരുവായൂരപ്പൻ്റെ ആ വിശ്വരൂപം കണ്ടോളൂ. അത് കഴിഞ്ഞാൽ നമ്മൾ നേരെ ഇങ്ങനെ സോപാനപ്പടിയിൽ നിന്ന് ഇറങ്ങുകയാണ്. ഇറങ്ങിയിട്ട് നേരെ തിടപ്പള്ളിയിലേക്കൊന്ന് നോക്കി തൊഴണു. അതേപോലെ അഗ്നികോണിലേക്ക് നോക്കിയിട്ട് അതൊന്ന് തൊഴുതു. പിന്നീട് ആ ചുമരിൻ്റെ മുകളിലേക്ക് നോക്കിയ ചുമർ ചിത്രം ആലിലക്കണ്ണനെ കാണാം, അത് കണ്ടു തൊഴുതു. പിന്നീട് സപ്തമാതാക്കളെ കണ്ടു തൊഴുതു. പിന്നീട് ഗണേശൻ്റെ അടുത്തേക്ക് വരികയാണ്. അവിടെ വന്നിട്ട് അവിടെ അത്യാവശ്യം നല്ല തിരക്കാട്ടോ, എന്നാലും അതിലൂടെയൊക്കെ വന്ന് കയറി പോവാം. അങ്ങനെ കയറിയിട്ട് വന്ന് തൊഴുമ്പോൾ നല്ല കളഭം കൊണ്ടുള്ള ചന്ദനം കൊണ്ടുള്ള ചാർത്താണ് കാണാനുള്ളത്. കൊമ്പും തുമ്പി കൈയൊക്കെ ഇങ്ങനെ വളരെ കളഭം വെച്ച് ഇങ്ങനെ അലങ്കരിച്ചിട്ടുണ്ട്. നിറയെ പൂക്കളുമുണ്ട്.
വലിയ മാലകളുണ്ട്. ഏകദന്തം മഹാകായം തപ്തകാഞ്ചന സന്നിവം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. അത് കഴിഞ്ഞ് സരസ്വതി ദേവീനെ നോക്കിയാൽ സരസ്വതിയുടെ ഫോട്ടത്തിൻ്റെ മുകളിൽ 2 വെളുത്ത മാലകൾ ചാർത്തിയിട്ടുണ്ട്. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. അങ്ങനെ സരസ്വതി ദേവീനെയും കണ്ട് തൊഴുതു. അത് കഴിഞ്ഞ് നേരെ ഇങ്ങനെ പോരുകയാണ്. ആ കോർണറിൽ വന്ന ആ വിഘ്നേശ്വരൻ്റെ ചെറിയ വിഗ്രഹം കാണാം. അതൊക്കെ ഒന്ന് തൊട്ട് തലോടി പോരാം. പിന്നെ നേരെ മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം വരെയുള്ള രൂപങ്ങൾ കാണാം. ആ മേൽശാന്തിയുടെ അവിടെ വന്നാൽ മേൽശാന്തി തന്നെ ഇരിക്കുന്നു. അപ്പോൾ പ്രസാദം ഒക്കെ വാങ്ങാം. ഉച്ചപൂജയൊക്കെ നടത്തിയെന്ന് മേൽശാന്തിയാണ്. അപ്പോൾ അർച്ചന പ്രസാദമൊക്കെ അവിടെ നിന്ന് വാങ്ങാം. അത് കഴിഞ്ഞാൽ നേരെ വരുന്നത് വാമന രൂപം കാണാം. വാമന രൂപം കണ്ട് പിന്നെ ആ ഗജേന്ദ്രമോക്ഷം രൂപം കാണാം. പിന്നീട് കാണാനുള്ളത് ഗരുഡൻ്റെ പുറത്തിരിക്കുന്ന മഹാവിഷ്ണുവിനെയാണ്. മഹാവിഷ്ണുവിനെയൊക്കെ കണ്ട് തൊഴുത് പിന്നെ വരുമ്പോൾ നമ്മൾ ആനന്ദപത്മനാഭസ്വാമീനെ കണ്ട് തൊഴുകയാണ്. അവിടെ നിറയെ പൂക്കളാണെന്ന്. താമരപ്പൂവൊക്കെ ഇങ്ങനെ ആ അനന്തൻ്റെ ആ മഹാവിഷ്ണുവിൻ്റെ മുകളിൽ ഇങ്ങനെ കിടക്കണം. നിറച്ച് പൂക്കളെ വെച്ചിട്ട് കണ്ട് തൊഴുതു. എന്നിട്ട് നേരെ ശ്രീകോവിലിൻ്റെ പുറകുവശത്തായിട്ട് സാഷ്ടാംഗം നമസ്കരിക്കുക. അത് കഴിഞ്ഞാൽ നേരെ വീണ്ടും ഇവിടെ ദശാവതാര വിഗ്രഹങ്ങളൊക്കെ ഓരോന്നോരോന്നായി കാണാം. ആ തലക്കിലേക്ക് എത്തുമ്പോൾ ആ കൃഷ്ണനെയും അതേമാതിരി മുരുകനെയൊക്കെ കണ്ട് തൊഴാം. ഹനുമാൻ സ്വാമിയുടെ അടുത്ത് വന്നാലോ നിറയെ വെറ്റില മാലയാണെന്ന്. നിറയെ മാലകൾ കാണാനുണ്ട്. എല്ലാ ഭാഗത്തും മാലകൾ ഇന്ന് ധാരാളമാണ്. അപ്പോൾ പ്രാർത്ഥിച്ചോളൂ. ഹനുമാൻ സ്വാമീനെ കണ്ടു തൊഴാം. ത്വമസ്മിൻ കാര്യനിര്യാഗേ പ്രമാണം ഹരിസത്തമ ഹനുമാൻ യജ്ഞമാസ്തായ ദുഃഖക്ഷയകരോ ഭവ മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാതാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. ബുദ്ധിർബലം യശോധൈര്യം നിർഭയത്വം അരോഗത അജാഡ്യം വാക്പടുത്വം ഹനുമസ്മരണാത് ഭവേത്. ഓം നമോ ഭഗവതേ ആഞ്ജനേയായ മഹാബലായ സ്വാഹ. ഹനുമാൻ സ്വാമിയെ കണ്ടു തൊഴുതു. അങ്ങനെ അതിന് ശേഷം ആ രാധാകൃഷ്ണ വിഗ്രഹമൊക്കെ കണ്ടു. അതിലൊക്കെ മാലകളാണെന്ന്. എല്ലായിടത്തും മാലകളാണ്. പിന്നീട് നമ്മൾ വന്നിട്ട് ആ ഓവിൻ്റെ അവിടെ വന്നിട്ട് ഒന്ന് പ്രാർത്ഥിച്ചു. പിന്നെ കുറച്ചിങ്ങോട്ട് നീങ്ങിയാലേ ആ പടിഞ്ഞാറ് ഭാഗത്തേക്ക് നീങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ താമരക്കണ്ണനെ കാണാം. കൽപ്പകവൃക്ഷത്തിൻ്റെ ചുവട്ടിലിരിക്കുന്ന താമരക്കണ്ണനെ കണ്ടു തൊഴാം. പിന്നീട് വീണ്ടും കിഴക്ക് ഭാഗത്തേക്ക് ഇങ്ങനെ പോരുമ്പോൾ ആ ഗ്രില്ലിനടുത്ത് വന്നാൽ നമ്മുടെ മണിക്കിണർ നോക്കി തൊഴാം. അതേപോലെ നൃത്താറ നോക്കിയിട്ട് തൊഴാം. അതിനുശേഷം നേരെ നമ്മൾ പുറത്തേക്ക് ഇങ്ങോട്ട് വരുമ്പോൾ ആ കുറൂരമ്മേനെയും നാരദരെയും കൃഷ്ണാട്ട വിഗ്രഹവും അതേപോലെ ആ വസുദേവരെയൊക്കെ കണ്ട് തൊഴുത് വടക്കേ നടയിലൂടെ പുറത്ത് വന്ന് നേരെ പ്രസാദ കൗണ്ടറിൻ്റെ അവിടുന്ന് തീർത്ഥവും ചന്ദനമൊക്കെ വാങ്ങാം. അതൊക്കെ തൊട്ട് നേരെ എടത്തിരികത്തുകാവിലെ ഭഗവതീനെ കാണാനായിട്ട് പോവാം. അങ്ങനെ പോകുമ്പോൾ അവിടെ നിന്ന് അത്യാവശ്യം നല്ല തിരക്കാണ്. ചൊവ്വാഴ്ചകളിൽ സാധാരണ തിരക്ക് കുറയുന്നതാണ്. പക്ഷേ ഇപ്പോൾ വെക്കേഷനായില്ലേ. ഇനിയിപ്പോൾ അതിനപ്പുറം 12-ാം തീയതി മുതൽ വിഷുവിൻ്റെ ആ തിരക്കൊക്കെ കൂടുകയാണ്. 12-ാം തീയതി മുതൽ VIP ദർശനത്തിനൊക്കെ നിയന്ത്രണമാണ്. ഉച്ചവരെയൊന്നുമില്ല. അപ്പോൾ അത്രയ്ക്കും ഭക്തർക്ക് സുഖമായ ദർശനത്തിന് വേണ്ടിയിട്ടാണ്. എന്തായാലും നല്ല കാര്യമാണ്. അപ്പോൾ നമ്മൾ ഭഗവതീനെ കണ്ട് തൊഴുകയാണ്. വലിയ വൃത്തത്തിലുള്ള ആ ചുവന്ന പൊട്ടൊക്കെ വെച്ച് ചുവന്ന പട്ടൊക്കെ ഞൊറിഞ്ഞു കൊടുത്തിട്ടാണ് ഭഗവതി ഇങ്ങനെ ഇരിക്കുന്നത് ഭക്തരെ അനുഗ്രഹിക്കാനായിട്ട്. എല്ലാവരും കണ്ടു തൊഴുതോളൂ. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. അങ്ങനെ അമ്മയെ കണ്ട് തൊഴുതു. അങ്ങനെ അത് കഴിഞ്ഞാൽ നേരെ അങ്ങനെ പോരുമ്പോൾ ആ കോർണറിലെത്തിയിട്ടൊന്ന് തിരിഞ്ഞ് നോക്കിയിട്ട് വടക്ക് പടിഞ്ഞാറേ ഭാഗത്തേക്ക് നോക്കുക. എന്നിട്ട് മമ്മിയൂരപ്പനെ മനസ്സാ സ്മരിക്കുക. നമശിവായ 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 എന്നുള്ള പഞ്ചാക്ഷരി മന്ത്രം ജപിക്കും ചെയ്യുക. മനസ്സിൽ മമ്മിയൂരപ്പനെ കാണും ചെയ്യുക. അപ്പോൾ മമ്മിയൂർ പോയ ആ പ്രതീതി നമുക്കുണ്ടാവും.
അതിനുശേഷം നമ്മൾ നേരെ ഇങ്ങനെ പോരുമ്പോൾ ഒരിക്കൽ കൂടി ആ കൊടിമരത്തിൻ്റെ മുകളിൽ നിന്ന് നോക്കിയാൽ, അവിടെ വന്ന് നോക്കിയിട്ട് ശ്രീലകത്തേക്ക് ഇങ്ങനെ നോക്കിയാൽ നമ്മുടെ മഹാപ്രഭുവായിട്ടുള്ള ആ അവതാരം കാണാം. അപ്പോൾ കണ്ട് തൊഴുക. വീണ്ടും നമ്മൾ കൂത്തമ്പലത്തിൻ്റെ അവിടെ വരിക. അപ്പോൾ ആ കിടാവിളക്ക് ഇങ്ങനെ കത്തി നിൽക്കണു, അവിടെ നോക്കി തൊഴാം. പിന്നെ അയ്യപ്പസ്വാമിയുടെ അടുത്ത് വരിക, അയ്യപ്പസ്വാമീനെ കണ്ട് തൊഴാം. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹു ശാസ്തേ സ്തുഭ്യം നമോ നമ. അങ്ങനെ ആ ഭൂതനാഥനെയും കണ്ട് തൊഴുത് പ്രദക്ഷിണമായിട്ട് വന്ന് പടിഞ്ഞാറ നടയിലേക്ക് വരികയാണ്. അവിടെ വന്ന് നോക്കിയിട്ട് നമ്മുടെ ദൈവസ്തംഭത്തിൻ്റെ മുകളിലേക്ക് നോക്കിയാൽ ആ വേണുഗോപാല സ്വരൂപം കാണാം, കണ്ട് തൊഴാം. വീണ്ടും നമ്മളൊന്ന് പുറകിലേക്ക് നോക്കിയാൽ, ഇറങ്ങി നിന്ന് കൊടിമരത്തിൻ്റെ മുകളിലേക്ക് നോക്കിയാൽ ആ ഗരുഡധ്വജനെ കാണാം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളഭാലങ്കാരമൊക്കെ കണ്ടു തൊഴുതു. ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം എല്ലാവർക്കും എത്തും. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ. ഈ പ്രാവശ്യത്തെ വിഷ്കണി ദർശനം തിങ്കളാഴ്ചയാണ്, ഏപ്രിൽ 14 തിങ്കളാഴ്ചയാണ്. 2:45 മുതൽ 3:45 വരെയാണ് കേട്ടോ. വീഡിയോ ചെയ്തിട്ടുണ്ട്, ഇനി അത് കേൾക്കാത്തവർക്കാണ് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും ആ ഗുരുവായൂരപ്പൻ്റെ വിഷ്കണി ദർശിക്കാനൊക്കെയുള്ള അനുഗ്രഹം ഉണ്ടാവട്ടെ. ഇല്ലാത്തവർക്ക് നമുക്ക് ആ വിഷ്കണി ദർശനം നമുക്ക് പറയാം. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പ ശരണം.